ഇൻഫ്യൂസൂരിയം നോക്കാം. ഇൻഫ്യൂസൂരിയം നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇൻഫ്യൂസൂരിയം വളരെ മൈക്രോ ഓർഗാനിസമാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ വളരെയധികം പാടായിരിക്കും. ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇൻഫ്യൂസൂരിയ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പാരമീസിയം എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ രണ്ട് തന്നെയാണ്. പാരമീസിയം നമ്മൾ പാൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഈ ഇൻഫ്യൂസൂരിയം നമ്മൾ വാഴയിലയോ അല്ലെങ്കിൽ റോട്ടഡ് ആയിട്ടുള്ള ഇപ്പം ക്യാബേജ് യൂസ് ചെയ്യുന്നവരുണ്ട്, കീരയില യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പദാർത്ഥങ്ങൾ അഴുകാൻ സഹായിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇൻഫ്യൂസൂരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. പാരമീസിയം പാലിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൾച്ചർ ചെയ്യേണ്ട രീതി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പാരമീസിയം വളരെയധികം ബെറ്റർ ആണ്. ഫസ്റ്റ് നമുക്ക് ഡേ ഓൾഡിൽ ലിക്വിഡ് ഫോമിൽ ഫീഡിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫീഡാണ് ഇൻഫ്യൂസൂരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫ്യൂസൂരിയയുടെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ അത് വളരെയധികം പാടായതുകൊണ്ട് നമ്മളത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അവിടെ നമുക്ക് അതേ സൈസിൽ തന്നെ വരുന്ന മറ്റൊരു ഇതാണ് ഈ ഇൻഫ്യൂസൂരിയയും പാരമീസിയവും മൈക്രോവോം നമുക്ക് തന്നെ ആദ്യം ഒരിക്കൽ മദർ കൾച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മദർ കൾച്ചർ ഉപയോഗിച്ച് വീണ്ടും കൾച്ചർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വളരെ കുറച്ചുകൂടി ലിക്വിഡ് ഫോമിൽ വരുന്ന ഒന്നാണ് വിനാഗിരിയിൽ. ഈ വിനാഗിരിയിൽ നമുക്ക് ഒരിക്കൽ മദർ കൾച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ആപ്പിൾ സിഡർ വിനാഗിരി യൂസ് ചെയ്ത് ആപ്പിളും കൂടെ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൾച്ചറിങ് രീതി നമുക്ക് നോക്കാം. പക്ഷെ എന്നിരുന്നാലും അതും നമുക്ക് വളരെ കുഞ്ഞു കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്പ് ആകുന്ന ആദ്യത്തെ ഒരു സ്റ്റേജ് വരെ ലിക്വിഡ് ഫോമിൽ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം മൈക്രോവോം അങ്ങനത്തെ ഫീഡിലോട്ട് വരാം. അത് കഴിഞ്ഞ് ഗ്രിൻഡൽ വോമും അതേപോലെ തന്നെ